ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു തണ്ട കിച്ചൺ റെസിപ്പീസ്. ഞാനെന്താ ഈ ചേമ്പലയൊക്കെ എടുത്ത് കാണിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവുമല്ലേ. ഞാൻ പത്രോട് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതായത് ചേമ്പല അപ്പം, അതിൻ്റെ കൂടെ ചേനയുടെ ഇലയും കൂടി ചേർത്തുണ്ടാക്കുന്നതാണ് ഞാനിന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 2 ഇലകളുടെ ഗുണങ്ങളും നമുക്ക് കിട്ടും. ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കാനും ഡിന്നറിന് കഴിക്കാനും ഇത് വളരെ നല്ലതാണ്. അപ്പോൾ ചേനയുടെ ഇലയും കൂടി ചേർത്ത് ചേമ്പല അപ്പം എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഞാനിവിടെ 5 ചേമ്പല എടുത്തിട്ടുണ്ട്, വലുതും ചെറുതുമായിട്ടുള്ളത്. താഴെ വെച്ചിരിക്കുന്ന എല്ലാ കൂമ്പിലയാണ്, അതുകൊണ്ടാണ് അത് ചുരുണ്ടിരിക്കുന്നത്. അത് നല്ല വലുതായിരുന്നു, അതാണ് ഞാൻ എടുത്തത്. ഇനി ഇത് ഒരുക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ഇതുപോലെ ഈ ഞരമ്പ് ഭാഗമൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയണം. ഞാനിതെല്ലാം കൂമ്പോട് ചേർന്നുള്ള ഇലകളാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ചെറുതും വലുതുമായിട്ടുള്ള ഇലകളാണ് എടുത്തിരിക്കുന്നത്. എല്ലാത്തിൻ്റെയും ഈ ഞെട്ടോട് ചേർന്നുള്ള ഈ ഞരമ്പ് ഭാഗം കട്ട് ചെയ്ത് കളയണം. ഇല്ലെങ്കിൽ നമ്മളിത് കഴിക്കുമ്പോഴേക്കും ഇതിലെ നാരുകൾ നമ്മളുടെ നാവിൽ തടയും. അതുകൊണ്ടാണ് അത് ചെത്തിക്കളയുന്നത്. ചേനയില ഇതുപോലെ ഓരോ ഇലയും അടർത്തിയെടുക്കണം. നമ്മൾ തോരൻ വയ്ക്കുകയാണെങ്കിൽ മുഴുവനായിട്ടും പൊടിയായിട്ട് കട്ട് ചെയ്തിട്ടാണ് എടുക്കുന്നത്. പക്ഷേ ഇതിൽ നമ്മൾ ഇല അടർത്തിയെടുക്കണം. അപ്പോൾ ഇല അടർത്തി എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മാവ് തയ്യാറാക്കാം. അതിനു വേണ്ടി ഞാൻ ഒരേ അളവിൽ പച്ചരിയും പുഴുക്കലരിയും കുതിർത്തിയെടുത്തതാണ്. 3/4 കപ്പ് വീതം പച്ചരിയും പുഴുക്കലരിയും വെവ്വേറെ കുതിർത്തിയെടുത്തതാണ്. രണ്ടും ഒരുമിച്ച് ചേർത്ത് കുതിർത്തിയെടുത്താലും മതി. നന്നായിട്ട് വാഷ് ചെയ്ത് ഒരു 8-10 മണിക്കൂർ കുതിരണം. ഞാനിത് രാത്രി കുതിരാനിട്ടിട്ട് രാവിലെയാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. ഇതിലേക്ക് ഒരു മീഡിയം തേങ്ങയുടെ 1 മുറി ചിരകിയ തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർക്കാം. 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. വറ്റൽ മുളകായിട്ട് ചേർത്ത് അരച്ചെടുത്താലും മതി കേട്ടോ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഉപ്പ് നമ്മൾ കുറച്ച് കൂടുതൽ ചേർക്കണം, കാരണം ഇലയ്ക്കും കൂടി വേണ്ട ഉപ്പാണ് നമ്മൾ ചേർക്കേണ്ടത്. ഇനി ഇതിലേക്ക് ഒരു വലിയ നെല്ലിക്ക വലിപ്പത്തിൽ വാളംപുളി ഞാൻ ചേർക്കുന്നുണ്ട്. ഇത് ചേർത്താൽ ടേസ്റ്റും ഉണ്ടാവും, പിന്നെ ഇലയ്ക്ക് ചൊറിച്ചിലുള്ളതാണെങ്കിൽ അത് മാറിക്കിട്ടുകയും ചെയ്യും. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാനത് അധികം വെള്ളം ചേർക്കാതെ നല്ല കട്ടിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് തരിയോടുകൂടിയാണ് നമ്മളിത് അരച്ചെടുക്കേണ്ടത്. ഇഡ്ഡലി മാവിലും കുറച്ചുകൂടി കട്ടിയായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ആദ്യമേ ഒത്തിരി വെള്ളം ചേർത്ത് അരച്ചെടുക്കരുത്, കുറേശ്ശെ വെള്ളം ചേർത്ത് അരച്ചെടുക്കണം. ജാറിൽ പറ്റിയിരിക്കുന്ന മാവ് ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ട് വടിച്ചതിലേക്ക് ചേർക്കാം. ഇതിൽ വെള്ളമിട്ട് കഴുകി ഇതിലേക്ക് ചേർക്കരുത് കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ കായപ്പൊടി ചേർക്കാം. നല്ലതുപോലെ ഈ മാവുമായിട്ട് മിക്സ് ചെയ്യാം. ഈ സമയത്ത് നിങ്ങൾക്ക് മാവിൻ്റെ ഉപ്പ് നോക്കിയിട്ട് പോരെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പ് കുറച്ച് മുന്നിൽ നിൽക്കണം, എന്നാലേ നമ്മൾ ഇലയിൽ തേച്ച് പിടിപ്പിച്ച് വേവിച്ച് കഴിയുമ്പോൾ പാകത്തിന് ഉപ്പുണ്ടാവുള്ളൂ. ഇനി ഒരു ചേമ്പില എടുത്തിട്ട് അതിൻ്റെ പുറത്തേക്ക് ഈ ബാറ്റർ കുറച്ച് വെച്ച് കൊടുക്കാം. ചേമ്പില ഉള്ളിലോ പുറത്തോ തേക്കാട്ടോ. ഞാനിപ്പോൾ ഉള്ള വശം വെച്ചിട്ടാണ് ഇത് തേച്ച് പിടിപ്പിക്കുന്നത്. ഏത് വശം വേണമെങ്കിലും നമുക്ക് വെച്ച് തേക്കാട്ടോ. ഒരു ചേമ്പിലയിൽ മുഴുവനായിട്ടും മാവ് തേച്ചതിന് ശേഷം ഇതിൻ്റെ പുറത്തേക്ക് ചേനയില ഓരോന്നും ഇതുപോലെ വെച്ച് കൊടുക്കാം. കട്ടിയുള്ള തണ്ടൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മുറിച്ച് മാറ്റുന്നത് നല്ലതാണ് കേട്ടോ. അല്ലെങ്കിൽ കഴിക്കുമ്പോൾ നമ്മളത് ചവയ്ക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഇതുപോലെ ഓരോ ഇലയും വെച്ച് കൊടുത്തിട്ട് ഈ മാവ് നന്നായിട്ട് തേച്ച് കൊടുക്കുക. നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ചേനയില എല്ലാം ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഈ ബാറ്റർ നന്നായിട്ട് ഇതിൻ്റെ പുറത്തേക്ക് തേച്ച് പിടിപ്പിക്കുക. ഇല നന്നായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ മാവ് തേച്ച് കൊടുക്കണം. ഇനി ഇതിൻ്റെ പുറത്തേക്ക് ചേമ്പില ഓരോന്നും എടുത്ത് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ തേച്ച് കൊടുക്കാം. ഇലയുടെ എല്ലാ ഭാഗത്തും ഈ ബാറ്റർ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം, ഇല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ ചൊറിച്ചിലുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചേമ്പിലയും ചേനയിലയും ചേർത്തുണ്ടാക്കുന്ന ഈ ചേമ്പില ഇപ്പം വളരെ ഹെൽത്തിയാണ്. കർക്കിടകത്തിൽ മാത്രമല്ല ഏത് സമയത്തും നമുക്ക് ഇതുണ്ടാക്കി കഴിക്കാവുന്നതാണ്. 2 ഇലകൾക്കും ധാരാളം പോഷക ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ആൻറ്റി ഓക്സിഡൻസ് ധാരാളം അടങ്ങിയിട്ടുണ്ട്. വിറ്റമിൻസ് മിനറൽസ് എല്ലാം 2 ഇലകളിലും അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ ഇലകൾക്കൊക്കെ കാലറി വളരെ കുറവാണ്. അതുകൊണ്ടാണ് നമ്മൾക്ക് രാത്രിയും ഈ ഭക്ഷണം കഴിക്കാമെന്ന് പറയുന്നത്. മാവ് ഇലകളിലെല്ലാം തേച്ചതിന് ശേഷം ബാക്കി കുറച്ച് നമ്മൾ മാറ്റി വയ്ക്കണം. അത് നമ്മൾ ഫോൾഡ് ചെയ്യുമ്പോഴേക്കും ആ ഭാഗത്തെല്ലാം നമ്മളിത് തേച്ച് കൊടുക്കണം. ഈ മാവ് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. ഇതുപോലെ എന്നിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. ഏറ്റവും അവസാനത്തെ ഭാഗം താഴെ വരത്തക്ക വീതം വെച്ചാൽ നമ്മളിത് കെട്ടേണ്ട ആവശ്യമില്ല, അഴിഞ്ഞൊന്നും പോകുകയൊന്നുമില്ല. എന്നിട്ട് തിരിച്ച് വെച്ച് എല്ലാ ഭാഗത്തും നമ്മൾ ഈ
മാവ് തേച്ച് പിടിപ്പിക്കുക. സൈഡിലെല്ലാം തേച്ച് പിടിപ്പിക്കണം. ഇപ്പോൾ പത്രോട് അല്ലെങ്കിൽ ചേമ്പല അപ്പം നമ്മൾ മാവെല്ലാം തേച്ച് നന്നായിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ കയ്യിലെടുത്താൽ വിട്ടൊന്നും പോകുമൊന്നുമില്ല, കെട്ടിവെക്കേണ്ട ആവശ്യമൊന്നുമില്ല. കണ്ടില്ലേ? നമുക്കൊരു പാത്രത്തിലേക്ക് എടുത്ത് വെച്ചിട്ട് ഇനി ഒരു സ്റ്റീമറിലേക്ക് കുറച്ച് വെള്ളം വെച്ച് തിളപ്പിക്കുക. ഒരു പരന്ന പാത്രത്തിൽ അല്പം വെളിച്ചെണ്ണ ചേർത്തിട്ട് ഒന്ന് ബ്രഷ് കൊണ്ട് തേച്ച് പിടിപ്പിക്കുക. വെളിച്ചെണ്ണ ചൊറിച്ചിലിന് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വെളിച്ചെണ്ണ തന്നെ ചേർക്കാൻ നോക്കുക. ഇലകൾക്ക് ചൊറിച്ചിലുള്ളതാണോ എന്ന് നമുക്കറിയാൻ പറ്റില്ല. ഇനി എണ്ണ തടവിയ പാത്രം സ്റ്റീമറിലോട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചേമ്പലാപ്പം ഇതിൻ്റെ പുറത്തേക്ക് വെച്ച് ആവി കയറ്റിയെടുക്കാം. ഇനി ഇത് മൂടി വെച്ച് മീഡിയം ടു ലോ ഹീറ്റിൽ അരമണിക്കൂർ വേവിക്കുക. അരമണിക്കൂർ അല്ലെങ്കിൽ 35-40 മിനിറ്റൊക്കെ വേവിച്ചാൽ വളരെ നല്ലതാണ്. ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ ചൂട് ചെന്ന് ഇലകളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവണം കേട്ടോ. ഇലകൾ നന്നായിട്ട് വേകാതെ നമ്മളിത് പുറത്തെടുക്കരുത്. ഇതിപ്പോൾ 35 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാനിത് തുറക്കുന്നത്. നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മൾക്ക് തണുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിപ്പോൾ നല്ലതുപോലെ തണുത്തതിന് ശേഷമാണ് ഞാനിത് പുറത്തെടുത്തത്. കണ്ടില്ലേ? നല്ലതുപോലെ തണുത്തിരിക്കുകയാണ്. തണുത്തതിന് ശേഷം മാത്രം കട്ട് ചെയ്താലേ നമുക്ക് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പൊടിഞ്ഞൊക്കെ പോകാൻ സാധ്യതയുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കണ്ടില്ലേ? വളരെ സോഫ്റ്റാണ്. ഇലകളൊന്നും കാണുന്നില്ല. നല്ല ശരിക്കും എല്ലാം വെന്ത് ഉള്ളിലായിട്ടുണ്ട്. ഇലകളൊക്കെ നന്നായിട്ട് വെന്ത് ചേർന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ പകുതി മാറ്റി വെച്ചിട്ട് പകുതിയാണ് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. പാതി ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് 2 ദിവസത്തിനുള്ളിൽ എടുത്താൽ മതിയാകും. ഇനി ഇതുപോലെ സ്ലൈസ് ചെയ്തിട്ട് നമുക്കിത് കഴിക്കാം. ഇത് കർക്കിടക മാസത്തിൽ മാത്രമല്ല, നമുക്ക് ഏത് സമയത്തും ഇതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിക്കാം. ഈ ഇലകൾ ഉപയോഗിച്ച് ഈ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഒരാഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി കഴിച്ചാൽ നമ്മളുടെ ശരീരത്തിന് ആവശ്യമുള്ള വിറ്റമിൻസ്, മിനറൽസ് ഒക്കെ കിട്ടും. BP കുറയാനും ഷുഗർ കുറയാനും കൊളസ്ട്രോൾ കുറയാനൊക്കെ വളരെ നല്ലതാണിത്. ചേമ്പും ചേനയും ചെടിച്ചട്ടികളിൽ പിടിപ്പിച്ചെടുത്താൽ നമുക്ക് ആവശ്യം പോലെ ഇലയെടുത്ത് ഇതുപോലെ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ തന്നെ ഉപയോഗിക്കാം. അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണമെങ്കിൽ നമുക്ക് ഒരു പാനിൽ അല്പം വെളിച്ചെണ്ണ ചേർത്തതിന് ശേഷം 2 സൈഡും ഒന്ന് മുരിച്ചു കൊടുക്കാവുന്നതാണ്. കുട്ടികൾക്ക് ഇതുപോലെ ഒന്ന് 2 സൈഡും തിരിച്ചും മറിച്ചും ഇട്ട് മുരിച്ചു കൊടുക്കാം. ഈ ഇലയുടെ ഗുണങ്ങൾ കുട്ടികൾക്കും വളരെ നല്ലതാണ്. അപ്പോൾ 2 സൈഡും ഒക്കെ ഒന്ന് മുരിച്ചു കൊടുത്താൽ അവർ ചിലപ്പോൾ കഴിക്കുമായിരിക്കും എന്ന് വിചാരിക്കണം. ഇതുപോലെ ഫ്രൈ ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കാം. കുട്ടികളിലുണ്ടാകുന്ന രക്തക്കുറവൊക്കെ മാറിക്കിട്ടും. അപ്പോൾ ഈ ചേമ്പലാപ്പം കർക്കിടകത്തിൽ മാത്രമല്ല, നമുക്ക് ഏത് സമയത്തും ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. ചേമ്പിലയിലെ അയൺ കണ്ടന്റും ചേനയിലെ പൊട്ടാസ്യവും നമ്മുടെ ശരീരത്തിന് അത്യാവശ്യം വേണ്ട ഘടകങ്ങളാണ്. അപ്പോൾ എല്ലാവരും ആഴ്ച ഒരിക്കലെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി കഴിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്